എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ താണു ഇരിക്കാം. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹിതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരു വെനസ്ഡേ കൂടെ ദൈവം നമുക്കിവിടെ തന്നതുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അനുഗ്രഹിത കർത്തൃദാസന്മാരിൽ കൂടെ തിരുവചനം ഇങ്ങനെ മഴ പെയ്തിറങ്ങുന്നത് പോലെ നമ്മളിവിടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അല്പസമയം കൂടെ വചനം പറഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വിശുദ്ധ ബൈബിൾ തുറക്കാം. സമയങ്ങൾ ഒട്ടും കളയാതെ ദൈവവചനത്തിലേക്കുള്ള ചിന്തകളും നിയോഗങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമായ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന 3 അധ്യായങ്ങളാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം വാക്യം. 7-ാമത്തെ അധ്യായം. 1-ാമത്തെ വാക്യത്തിൽ യേശു മലയെ കയറിയെന്ന് തുടങ്ങുന്നു. 8-ാമത്തെ അധ്യായത്തിൽ യേശു മലയിൽ നിന്ന് ഇറങ്ങിയെന്ന് തുടങ്ങുന്നു. അതിനിടയ്ക്കുള്ള 5, 6, 7, 3 അധ്യായങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. 111 വാക്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 111 വാക്യം ഒരു ജന്മം പ്രസംഗിച്ചാൽ തീരാച്ച ആത്മീയ ആശയങ്ങളുടെ കലവറയാണ്. അതിനകത്തു നിന്നാണ് 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ 7 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. ഇവിടെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് യേശു ഈ 7-ാം അധ്യായത്തിൽ തരുന്നത്. 6-ാം അധ്യായത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഭിക്ഷ കൊടുക്കണം, എവിടെ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കണം, ഇതെല്ലാം കർത്താവ് 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുക. 7-ാം അധ്യായത്തിൽ ഇച്ചിരി തീവ്രതയുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് ആദ്യം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്. ആരെയും വിധിക്കരുത്. വിധിക്കാൻ ഭയങ്കര കൃപയുള്ള ആൾക്കാരുണ്ട്, കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ നിങ്ങൾ ആരെയും വിധിക്കരുത്. വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും. അടുത്ത പദമാണ്, നിങ്ങൾ ആരെയും അളക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആരെയും അളക്കരുത്. യോഗത്തിന് വന്നത് യോഗം കേൾക്കാനാകണം, അളക്കാനാകരുത്. കർത്താവിന് സ്തോത്രം. അപ്പം നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ അളക്കരുത്. ഇനി അടുത്ത കേട്ടോണം. സ്തോത്രം. നമുക്ക് സുഖമുള്ള കാര്യമല്ല പറയാൻ പോകുന്നത്. 3-ാമത്തെ വാക്യം, എന്നാൽ സ്വന്തം കണ്ണിൽ വായിച്ചു, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യം നോക്കണം. അപ്പുറത്തിരിക്കുന്നവന്റെ കണ്ണിലെ കരട് തപ്പി പോകുന്നതിന് മുമ്പ് നിന്റെ കണ്ണിൽ കരടുണ്ടോ എന്ന് നോക്കി വെച്ചാൽ മറ്റുള്ളവനല്ലേ കരട് തപ്പാവൂ. എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം നോക്കണം, വല്ലവൻ്റെയും കാര്യം നോക്കരുത്. അടുത്തോടെ വായിച്ചു നോക്കിയ 4-ാമത്തെ വാക്യം, അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കുക നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഈ കണ്ണിൽ കരട് പോയാൽ നമ്മളത് എടുക്കുന്നത് ഇങ്ങനെയുള്ള തുവാലയുടെ ഒരറ്റത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കണ്ണിൽ നിന്ന് കരടെടുക്കുന്നത്. അല്ലെങ്കിൽ നോട്ടിൻ്റെ സൈഡ് അല്ലേ, ചിലർ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക കരടെടുക്കാനായിട്ട്. കർത്താവ് പറയാം, ഇവൻ്റെ കണ്ണിൽ കോലായിരിക്കുന്നത്. JCB വന്ന് എടുക്കാൻ പറ്റാത്ത കോലായി ഇവൻ്റെ കണ്ണിൽ. ഇവൻ ഇതുമായിട്ട് നിൽക്കുക. ആരുടെയെങ്കിലും കരടുണ്ടോ? അങ്ങനെ കരട് തപ്പുന്ന വാട്സാപ്പ് യൂണിറ്റൊക്കെ ഉണ്ട്. സ്തോത്രം. കരട് തപ്പുന്നവരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പോട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാനിതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് പറയുക. അപ്പം നീ വല്ലോൻ്റെയും കണ്ണിലെ കരട് തപ്പരുത് എന്ന് പറഞ്ഞ നല്ല മലയാളം, നിൻ്റെ കാര്യം ശരിയാക്കാൻ നീ നോക്ക്, വല്ലോരുടെയും കാര്യം ശരിയാക്കാതെ. സ്തോത്രം. എന്നിട്ട് കർത്താവ് സ്തോത്രം താഴോട്ട് ഇനി ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞ് പ്രസംഗിച്ച് പോയാൽ അത് ആ ഭാഗമായി പോകും പ്രസംഗം. എന്നിട്ട് എല്ലാം കർത്താവ് പറഞ്ഞിട്ട് താഴോട്ട് വന്ന് കർത്താവ് പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ട 3 കാര്യം, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നിത്യതയിൽ എത്തുന്നിടം വരെ നമ്മൾ ചെയ്യേണ്ട 3 കാര്യം 8-ാമത്തെ വാക്യത്തിലുണ്ട്. 3 കാര്യങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ ചെയ്യണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. 3 കാര്യം നമ്മൾ മരിക്കുന്നിടം വരെ ചെയ്തുകൊണ്ടിരിക്കണം. 1, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്നവനെല്ലാം ലഭിക്കും. 2, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അന്വേഷിക്കുന്നവനെല്ലാം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. മുട്ടുന്നവനെല്ലാം തുറന്നുകൊണ്ടേയിരിക്കും.
3 കാര്യം ഒരിക്കൽ ചെയ്യേണ്ടതല്ല, എന്നും ചെയ്യണം. എന്തുവാ? എപ്പോഴും പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ബൈബിൾ പറയാം, പ്രാർത്ഥിക്കുന്നവന് ലഭിക്കും. ഞാനൊരു വിശ്വാസം പറയാം, നിങ്ങൾ എന്നോട് നാമയും പറയാമോ? നിന്നെ നിന്ദിച്ചവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് ലഭിക്കുന്നത്. ഓ നന്ദി കർത്താവേ, ഓ ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ചിലത് ലഭിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ ധൈര്യം എന്താ? പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ചിലർ പറഞ്ഞത് നടക്കത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അന്വേഷിക്കുക. ദൈവം അത് കിട്ടും, അത് കണ്ടെത്തും. ഈ ദിവസങ്ങളിൽ കണ്ടെത്തും. അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന, ഒരിക്കലും ഒരു അമ്മയുടെ ഒരു അമ്മയും അപ്പനും കൂടെ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ മോന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവനായിരുന്നു. ഒരു ദിവസം നാട് വിട്ടുപോയി. എവിടാന്ന് ഒരു വിവരവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവർ ഓരോ യോഗത്തിന് വരുമ്പം അവിടെ വരുന്ന പാസ്റ്റർമാരൊക്കെ തിന്നിച്ച് പറയും, മോനെ കാണാനില്ല, പ്രാർത്ഥിച്ചു പറയാമോ എവിടാന്ന്. ചിലർ പറഞ്ഞു ബോംബെയിലുണ്ട്, ചിലർ പറഞ്ഞു കൽക്കട്ടയിലുണ്ട്, ചിലർ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം കുറേ സ്ഥലങ്ങൾ പറഞ്ഞു. ഇവർ ബോംബെ എന്ന് കേൾക്കുമ്പോൾ അന്ന് ബോംബെക്ക് ട്രെയിൻ കയറും. സ്തോത്രം. ബോംബെ മുഴുവൻ തപ്പി കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാഴ്ച ബോംബെ കറങ്ങി, ബാംഗ്ലൂരിൽ കറങ്ങി. കർത്താവിന് സ്തോത്രം. പക്ഷേ അവർ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കലും വന്നു. എന്നോട് പറഞ്ഞു മോനെ കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനു മുമ്പേ പ്രാർത്ഥിച്ചവരെന്തുവാ പറഞ്ഞേ? അവർ പറഞ്ഞിടത്തെല്ലാം പോയി, ഇനി പാസ്റ്റർ പറയുന്നിടത്തും പോവും. കണ്ടില്ല, ഞങ്ങൾ അവനെ കിട്ടുന്നിടം വരെ പോവും. ഒന്നീ ഞങ്ങൾ ചാകണം, അല്ലേ അവനെ കിട്ടണം. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം സ്തോത്രം, അപ്പനും അമ്മയും ഇവരെ അന്നേരം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇവർ രണ്ടും വേറൊരു പുള്ളിക്കാരനും ഭാര്യയും 2 പിള്ളേരും കൂടെ. സ്തോത്രം. എന്താണെന്നറിയാമോ? സ്തോത്രം. അവൻ പോയി കല്യാണമൊക്കെ കഴിച്ച് തൃശ്ശൂരുണ്ടായിരുന്നു. സ്തോത്രം. ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം, അവൻ്റെ മനസ്സിൽ തോന്നി അമ്മയെ ഒന്ന് വിളിക്കണമെന്ന്. അങ്ങനെ അവർ അയലോക്കത്തുള്ളവരോട്, അന്ന് ലാൻഡ് ഫോണാണ്, ലാൻഡ് ഫോണിൽ വിളിച്ച് അമ്മയെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് അമ്മയോട് സംസാരിച്ചു. പിന്നെ അവൻ തിരിച്ചു നാട്ടിൽ വന്നു. ചുരുക്കി പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാം? അവർ അന്വേഷിച്ച് അവർ കണ്ടെത്തി. നമ്മൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് തള്ളരുത്, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഈ ബൈബിളിൽ ഒരു വാക്യം കൊണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. കേട്ടോ, ഇന്നിവിടെ വന്നത് നീ ദൈവത്തെ അന്വേഷിക്കാനാണ്. നീ ഇങ്ങോട്ട് വരുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. അവിടെ അവിടെയൊക്കെ പ്രസംഗിച്ച് പോയാൽ അത് അങ്ങനെ ആയിപ്പോവും ദൂത്. അവിടെയൊക്കെ 1000 ദൂത് പറയാനുണ്ട്. ഇനി ഞാൻ വേഗത്തിൽ പറയാം. അടുത്ത പറയാം, മുട്ടുവീൻ എന്നാൽ ദൈവത്തിൽ ആരെല്ലാം ഏത് വാതിലടഞ്ഞാലും നീ മുട്ടിക്കൊണ്ടിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അത് തുറക്കും. എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള വാതിൽ തുറക്കും, എൻ്റെ വീടിന് വേണ്ടിയുള്ള വാതിൽ തുറക്കും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കണ്ടോ ആ പ്രത്യാശ ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് നിന്ന് തുറന്നില്ല, പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് തുറക്കും. ഇതിന് തുറന്നില്ലെങ്കിലും വിഷമമില്ല, അടുത്ത പ്രാർത്ഥനയ്ക്ക് തുറക്കും. ഈ വർഷം തീരുന്നതിന് മുമ്പേ തുറക്കും. 2025 തുറന്നില്ലെങ്കിൽ 26. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യം നിർത്തരുത്. 1, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. 3, മുട്ടിക്കൊണ്ടിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹലോ, ഞാനിപ്പോഴും ഓർക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഒരു ഹല്ലേലൂയ. ഒരു അപ്പനും അമ്മയും എൻ്റെ അടുക്കൽ അവരുടെ മോളെയും കൊണ്ടുവന്നു. സ്തോത്രം. ആ മോള് ഹോസ്റ്റലിൽ താമസിക്കുമ്പം സ്റ്റെപ്പ് ഇറങ്ങിപ്പോയപ്പോൾ ഒന്ന് സ്ലിപ്പായി വീണതാ. ഈ കാല് 3ആയിട്ട് ഒടിഞ്ഞു പോയി. അങ്ങനെ കാല് ഓപ്പറേഷൻ ചെയ്തു. നിങ്ങൾ ഓർക്കണം, നമ്മൾ നടക്കുമ്പോഴൊക്കെ വീടായിരിക്കുന്ന കൃപയാണ്. നമ്മൾ ഓടിച്ച വണ്ടി ഇടിക്കാതിരിക്കുന്നത് കൃപയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാനൊരാളെ കാണാൻ ചെന്നപ്പോൾ അവന് ഒരു ആക്സിഡൻറ്റിൽ തളർന്നു പോയാൽ ഫുള്ള് കടന്നുപോയി. നമുക്കൊക്കെ എത്രയോ അപകടം ഉണ്ടായി, കർത്താവ് സൂക്ഷിച്ചില്ലേ? നോക്കിയേ ആ കാല്. സ്തോത്രം. അപ്പോൾ ആ കൊച്ച് 2 ഒടിവ് ഒരിടത്ത് ഓപ്പറേഷൻ ചെയ്തു. 3ാമത്തെ ഒടിവ് കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് ആ ഡോക്ടർ ആ സ്ഥലത്തു നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് വേറൊരിടത്ത് ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ആ ഓപ്പറേഷനിൽ തന്നെ അപാകതയുള്ളതുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഒത്തുണ്ട്. നല്ല സുന്ദരിയായ പെങ്കൊച്ച, നല്ല മിടുക്കിയ, കർത്താവിൻ്റെ സ്തോത്രം. പക്ഷേ ഒരു ഒത്തുള്ളതുകൊണ്ട് ഇവർക്കൊരു പേടി, കല്യാണം നടക്കുമെന്ന്. ചുരുക്കി പറയാം, അമ്മ പറഞ്ഞു എൻ്റെ കൊച്ചിനെ കെട്ടിക്കുന്നതിന് മുമ്പ് ഒത്തു മാറുമെന്ന്. സ്തോത്രം. അമ്മ എന്നോട് പറയുക, പാസ്റ്ററെ ഞങ്ങളങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം എൻ്റെ ഒരു കസിന് ഒരു സ്ഥലത്ത് നിന്ന് വന്നു. അവരോട് ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവത്തിന് അവിടെ അങ്ങ് നല്ല ദൈവത്തിന് സ്തോത്രം ഓർത്തോയിലുള്ള ഡോക്ടർമാരുണ്ടെന്നൊക്കെ തപ്പിപ്പിടിച്ച് ചെന്നപ്പം ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. അങ്ങനെ ആ ഡോക്ടർ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷനോട് അവിടെ ഒത്തങ്ങ് മാറി. കണ്ടോ, അവരെന്നോട് പറയുക, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കണ്ടെത്തും വരെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പരിശ്രമം ഇന്ന് ആവശ്യമാണ്. നീ അടങ്ങിയിരിക്കരുത്, നീ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ വിഷയം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച്
ഓ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. ഈ പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ജനം പുസ്തകം വായിച്ചപ്പോൾ പുസ്തകത്തിൽ കിടക്കുന്നു മറുപടി. എന്തുവാ? 70 സംവത്സരം കൊണ്ട് ഇത് തീരുമെന്ന്. കണ്ടോ, ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വിഷയത്തിൻ്റെ ഉത്തരം ബൈബിളിലുണ്ട്. അന്വേഷിച്ച് വായിച്ചു നോക്ക്. ബൈബിളിൽ ഒരു പദം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിനൊന്നിനും ഇണയില്ലാതിരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അതിനകത്തുണ്ട്. നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി അതിനകത്തുണ്ട്. നിന്റെ ദുഃഖത്തിൻ്റെ ഉത്തരം അതിനകത്തുണ്ട്. നിന്റെ സങ്കടത്തിൻ്റെ മറുപടി അതിനകത്തുണ്ട്. പുസ്തകം അന്വേഷിച്ചു വായിര്. സ്തോത്രം. അടുത്തത് നിങ്ങൾ കേട്ടെ. അല്ലാതെ നമ്മൾ സ്തോത്രം അന്വേഷിച്ച് കണ്ടെത്തിയില്ല, നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടിയില്ല, മുട്ടി തുറന്നില്ലെന്ന് പറഞ്ഞിങ്ങനെ ഡിമ്മായി ഫിലമെൻ്റ് പോയ ബൾബ് പോലെ ഇരിക്കരുത്. ഇനിയല്ലേ നിങ്ങളൊന്ന് ഉണരണം. ഇന്ന് മുട്ടി കിട്ടിയില്ല, നാളെ മുട്ടും. നാളെ പൊട്ടി കിട്ടിയില്ല, അടുത്ത ആഴ്ചയിൽ മുട്ടും. ഒരു മടുപ്പില്ല, മുട്ടിക്കൊണ്ടേയിരിക്കും ലഭിക്കും വരെ. യേശു പറയാം, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് എനിക്ക് കർത്താവ് തരുന്ന ദൂത് ഈ ദിവസങ്ങളിൽ ചിലത് ലഭിക്കുമെന്നാണ്. ഇനി നമ്മൾ ആ വായിച്ച വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി. ഇത്ര ഇതിന്റെ സാഹചര്യങ്ങൾ പറയുകയായിരുന്നു. 11-ാമത്തെ വാക്യം, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ശ്രദ്ധിക്കണം, യേശു പറയാ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്. അതിന് മുകളിൽ 2 വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? യേശു ചോദിക്കുക, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ രാവിലെ അപ്പന് തിരുവല്ലായിലോട്ട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഡാഡാ പോയിച്ച് വരുമ്പം ഡാഡാ തോംസണിൽ കയറിയിട്ട് നല്ല 2 പപ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഡാഡാ ഓക്കെ മോനെ എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പം റോഡിൻ്റെ സൈഡിൽ നിന്ന് 5-6 മിനിറ്റിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന ഏതെങ്കിലും അപ്പനുണ്ടോ? യേശു ചോദിക്കുക. പ്രാർത്ഥിക്കുമെന്ന് നിനക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നീ നിൻ്റെ കൊച്ചിനും അപ്പം 2 പപ്സ് ചോദിച്ചാൽ 5 പപ്സ് വാങ്ങിച്ച് കൊടുക്കുമെങ്കിൽ ദൈവം ചോദിക്കുക, അപ്പം ചോദിച്ച കല്ല് കൊടുക്കുന്ന അപ്പന്മാരുണ്ടോടാ? കർത്താവ് ചോദിക്കുക, പ്രാർത്ഥനയിൽ മടുപ്പ് കൊണ്ടിരുന്ന പിശാചിനോട് വഴിമാറാൻ പറ, എൻ്റെ അപ്പൻ വേറെയാ. ഓ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ കണ്ട അപ്പനല്ല എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ ചോദിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന അപ്പനുണ്ടോ? എന്ത് ചെയ്യും? ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? നിങ്ങൾ ആ വാക്യം മൊത്തം പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കയറാൻ പ്രയാസമാണ്. എന്നാലും നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വളരെ ലഘുവായ രീതിയിൽ അതൊന്ന് ചിന്തിച്ചേ. കർത്താവിന് സ്തോത്രം. അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ആരുണ്ട്? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കും. നിന്റെ മോന് നാളെ ഒരു കരിമീൻ ഫ്രൈ വേണമെന്ന് അവനങ്ങ് പറഞ്ഞു. കുട്ടനാടൻ കരിമീൻ വേണമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തല്ലേ കുട്ടനാട്? അല്ലയോ നിങ്ങളെവിടെ നിന്നാ ഞങ്ങൾ കരിമീൻ വാങ്ങിക്കുന്നത്? കുട്ടനാടൻ കരിമീൻ വേണമെന്ന് ചോദിച്ചാൽ അവനെ പാമ്പിനെ പുഴുങ്ങി കൊടുക്കുന്ന അപ്പനുണ്ടോന്ന് കണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരാളെ കഴിഞ്ഞ മാസം രാവിലെ ഒന്ന് വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എവിടാ? അയ്യോ വീട്ടിലില്ല പാസ്റ്ററെ. സോദര എന്താ? ഒരു കാര്യം പറയാനായിരുന്നു. അച്ഛൻ എന്നാലും എവിടാ? അല്ല മോന് കരിമീൻ വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കാൻ വന്നേക്കുവാന്ന്. രാവിലെ 6:45 കരിമീനിന് പോയേക്കാ പുള്ളി. ഞാൻ ചോദിച്ചു എന്തുവാ? ഹോൾസെയിലിൽ കിട്ടണേ വെളുപ്പിനെ പോകണമെന്നാ. കണ്ടോ? മിണ്ടുന്നില്ല. സ്തോത്രം. പിടികിട്ടിയോ? എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം. ഒരു മോൻ കരിമീൻ ആഗ്രഹിച്ചാൽ അപ്പൻ 2 കരിമീൻ കൊടുക്കും. ചോദിക്കുക, കരിമീൻ ചോദിച്ചാൽ അല്ലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന അപ്പനുണ്ടോടാ? പിന്നെ പറ, അടുത്തോടെ വായിര്. സ്തോത്രം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾ. മുകളിലൊന്നുകൂടെ വായിച്ചേ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ ഇതെല്ലാം നീ കൊടുക്കും. അടുത്ത പദവാസത്തിക്കണം. ഇത്രയും കേട്ട ചിരിയും കേട്ടോണം. കൊടുത്താൽ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ ആ പദം അറിയുന്നു-എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. കണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില ഇന്ന് പകൽ അറിഞ്ഞു തരാൻ പോവാ ചിലത്. എൻ്റെ അപ്പൻ അറിയുന്ന അപ്പനാ. നീ എന്തിനാ ഇവിടെ വന്നേ? നീ ഇവിടെ വന്നതിൻ്റെ ആഗ്രഹം അതെൻ്റെ അപ്പൻ അറിയുന്നു.
ഈ നിങ്ങൾക്ക് ഒരു ബൈബിളിലെ ഒരു മർമ്മം അറിയോ? ഈ കർത്താവ് ഈ 6-ാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഇവിടെ നിങ്ങൾ വായിച്ച കേട്ടായിരുന്നോ? ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഈ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ, അങ്ങനെ കൊടുപ്പാൻ നിനക്കറിയുമെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഞാൻ എത്രയധികമെന്ന് ദൈവം പറയുക. തന്നോട് യാചിക്കുന്നവർക്ക്. 6-ാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണത്തിൽ യേശു 6-ാം അധ്യായത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു. അവൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചേ കേട്ടോണേ. 6-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. യേശു പറയാ, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് എന്ത് ചെയ്യണം? ഈ ബൈബിൾ പഠിക്കുമ്പോൾ വാതിൽ അടച്ചുള്ള പ്രാർത്ഥനയുണ്ട്, വാതിൽ തുറന്നിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വീടിൻ്റെ വാതിൽ അടയ്ക്കുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലതൊക്കെ അടച്ചും തുറന്നു വിട്ടും പ്രാർത്ഥിക്കും ഭക്തന്മാർ. ദാനിയേൽ വരിക, രേഖ എഴുതിയാൽ എനിക്ക് പേടിയില്ല, എഴുതിയവൻ്റെ നേരെ വാതിൽ തുറന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഓ യേശുവിൻ്റെ നാമത്തില് ഇന്ന് ഇതിനകത്ത് ചിലർക്ക് പ്രാർത്ഥനാവരം വെളിപ്പെടാൻ പോവുക. യേശുവിൻ്റെ നാമത്തില് ചിലർ വാതിൽ അടച്ചു പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ശക്തി ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും എന്നോട് ദൈവാത്മാവ് പറയുന്നുണ്ട്, ഇന്നിവിടെ പ്രാർത്ഥന ഉയരുമ്പോൾ ചില വീടിലെ പൈശാചിക ഉപദ്രവങ്ങൾ ബന്ധിക്കപ്പെടാൻ പോവുക. നിന്റെ വീടിന് ചുറ്റും ഒരു പ്രാർത്ഥന പണ്ടൊരു മന്ത്രവാദി രക്ഷിക്കപ്പെട്ട സാക്ഷ്യം കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് പറയുക. ഒരു മന്ത്രവാദി ഇയാളിടയ്ക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇന്ന വീടിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. കഥയല്ല, മന്ത്രവാദിയുടെ സാക്ഷിയാണ്. ഇന്ന വീടിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. മന്ത്രവാദി പറഞ്ഞു, ഏറ്റു. രാത്രി 2 മണിയാകുമ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ നശിപ്പിക്കേണ്ട മന്ത്രം ഉരുവിടാൻ തുടങ്ങും. 2 മണിക്ക് മന്ത്രം ഉരുവിടാൻ തുടങ്ങിയപ്പോൾ ഈ ഏത് വീട്ടിന് നേരെ മന്ത്രം ചെയ്തു ആ വീട്ടിലെ ആൻറ്റിയെ 1:45 പരിശുദ്ധാത്മാവ് ഉണർത്തിയിട്ട് വരുന്ന മുട്ടയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മന്ത്രവാദി ആദ്യത്തെ മന്ത്രത്തെ അഴിച്ചു വിട്ടു. മതിൽ കടന്ന്, ഗേറ്റ് കടന്ന്, സിറ്റ് ഔട്ട് കടന്ന്, ബെഡ്റൂമിനകത്ത്, ഹോളിനകത്ത് വരെ ദൈവത്തിന് സ്തോത്രം ഈ വന്ന ദുഷ്ടശക്തി വന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ട്. കയറേണ്ട മുറിക്കകത്ത് ചുറ്റും തീ കിടക്കുക. ഓ ആ പിശാചി തിരിച്ചു എന്നേച്ച് പറഞ്ഞു, അവിടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, അവിടെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റി, സിറ്റ് ഔട്ടിൽ കയറാൻ പറ്റി, ഹോളിൽ കയറാൻ പറ്റി, പക്ഷെ ബെഡ്റൂമിൽ കയറാൻ പറ്റുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേ, സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേ. ഓ കൃപ ഇറക്കിയാട്ട് പരിശുദ്ധാത്മാവേ. ജനത്തെ സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേ. ജനത്തെ ശക്തീകരിച്ചാട്ട് പരിശുദ്ധാത്മാവേ. ജനത്തിന് മേൽ കൃപ പകർന്നാ. ഓ സ്തോത്രം. മന്ത്രവാദി പറഞ്ഞു, അതിനേക്കാൾ ശക്തിയുള്ള ഒരു പിശാചിനെ വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്ത പിശാചിനെ ജപിച്ച് വിട്ടപ്പോൾ ഈ ഭാര്യയുടെ പ്രാർത്ഥനയും കയ്യടിയും കേട്ടപ്പോൾ ഭർത്താവ് എഴുന്നേറ്റു. 2 പേരും കൂടെ ആരാധന തുടങ്ങി. 2ാമത്തെ പിശാചി എന്നേച്ച് പറഞ്ഞു, മതിൽ കടന്ന് അകത്ത് കയറി, ഗേറ്റ് കടന്ന് അകത്ത് കയറി, സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ ഹോള് മുഴുവൻ തീ. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, ഹോളിൽ കയറാൻ പറ്റുന്നില്ല. ഈ ആരാധന കേട്ടപ്പം പിള്ളേരെല്ലാം കൂടെ ചാടി എഴുന്നേറ്റു. പിള്ളേരെല്ലാം കൂടെ സിറ്റ് ഔട്ട്, ദൈവത്തിന് സ്തോത്രം, ഹോളിനകത്ത് ആരാധന തുടങ്ങി. മന്ത്രവാദി 3ാമത്തെ മന്ത്രത്തെ അഴിച്ചുവിട്ട് അവൻ ചെന്നേച്ച് പറഞ്ഞ്, ഗേറ്റിംഗ് പോലും ചെല്ലാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ഇന്നിവിടുത്തെ പ്രാർത്ഥന നിന്റെ വീടിന് യേശുവിന്റെ നാമത്തില് ഞാൻ കാണുന്ന കാഴ്ച ഇലക്ട്രിക് ലൈൻ തമ്മിൽ സ്പാർക്കാകുന്ന പോലെ ആത്മമണ്ഡലവും പൈശാചിക മണ്ഡലവും തമ്മിൽ നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് വരെ ഇതിന്റെ ഫീൽ ഉണ്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ സഹായിച്ചാട്ട്, യേശുവെ സഹായിച്ചാട്ട്. ദൂതന്മാരെ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങട്ടെ. ഇവിടെ
കുടുംബങ്ങളുടെ മേൽ ആവാഹിച്ചു വിട്ട ദുർമന്ത്രങ്ങൾ അവന്റെ പ്രവർത്തന മേഖലകളെ മരവിക്കട്ടെ, മരവിക്കട്ടെ. കൃപ 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 ദൈവകൃപ 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 കൃപ 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 ദൈവകൃപ ദൈവകൃപ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ബോധ്യം വരുന്നില്ല എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ. ഞാനിന്ന് രാവിലെ മുതൽ കേൾക്കുന്നൊരു ശബ്ദം, ഇന്നൊരു യുദ്ധം നടക്കുമെന്ന. യുദ്ധത്തിൽ ജയം നിനക്കായിരിക്കും. ബൈബിൾ വാക്യം, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇത് നിന്റെ ദിവസമാ, ഇത് നിന്റെ സന്തതിയുടെ ദിവസമാ. അപ്പോൾ യേശു 6-ാം അധ്യായത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് ദൈവവചനം ചില അന്ധകാര മേഖലയെ വെട്ടും, ചിലതിനെ മുറിച്ചു മാറ്റും, ചില നിന്റെ ലൈഫിനെയുമായി വന്ന കണക്റ്റായ ചില കണക്ഷൻ ഇന്ന് ഹോളി സ്പിരിറ്റ് റിമൂവ് ചെയ്യും. ഞാനൊരു മർമ്മം നിന്നോട് പറയാം. തമ്പുരാൻ ചിലതിനെ മുറിച്ചാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് അവൻ എൻട്രി ഇല്ല. നിങ്ങൾക്കറിയാമോ, ഫറവോനെ കൊട്ടാരത്തിൽ നിന്ന് ഇളക്കി ചെങ്കടലിന്റെ കരയെ കൊണ്ടുവന്ന് എൻ്റെ ജനത്തിന് അത്ഭുതത്തിൻ്റെ വഴി തുറന്ന് എൻ്റെ ജനത്തെ ദണ്ണിപ്പിച്ചവനെ ഇവനെയും തമ്മിൽ തമ്പുരാൻ രണ്ടാക്കി. ഇനി ഒരിക്കലും ഇസ്രായേലെ ആ മിസ്രയീം നിന്റെ മേൽ വരികയില്ല. കാരണം ദൈവം അതിനെ എന്നേക്കുമായി കട്ട് ചെയ്ത് കളഞ്ഞു. ഓ കൃപ 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 കൃപ. നമുക്ക് ഇച്ചിരിയുടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവിന്റെ സ്തോത്രം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ കർത്താവ് പഠിപ്പിക്കാം, നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കണം. പരസ്യത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? അടുത്തിരിക്കുന്നവരോട് രഹസ്യ പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? ഉണ്ടോ? നിന്റെ മുഖത്തെ ശോഭ നിന്റെ രഹസ്യ പ്രാർത്ഥനയാ. ഒരാമയും പറയണം, ഒരാമയും പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, രഹസ്യ പ്രാർത്ഥന കൊണ്ട് വിടുതൽ പ്രാപിച്ചവർ രഹസ്യ പ്രാർത്ഥന മുടക്കത്തില്ല. ബെഡ് കോഫി മുടങ്ങിയാൽ രഹസ്യ പ്രാർത്ഥന മുടങ്ങത്തില്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇനി ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ജാതികളെ പോലെ ചുമ്മാ ഇരുന്ന് ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കരുത്. 1001 പ്രാർത്ഥന, 4001 പ്രാർത്ഥന, 200 പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുക, 400 അങ്ങനെ നിങ്ങൾ ജാതികൾ ചെയ്യുന്നത്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം 100 പ്രാവശ്യം പറയും, അത്ഭുതം നടക്കും. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ 200 പ്രാവശ്യം എന്ന് പറയും, അത്ഭുതം നടക്കും. 1000 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് വേറെ വഴി കൂടെ പോകും പ്രാർത്ഥന. അത് വരാതിരിക്കാൻ യേശു പറയുകയാണ്, നിങ്ങൾ ജാതികളെ പോലെ പോയിരുന്ന് 1001 മന്ത്രം, 4001 മന്ത്രം, 3001 മന്ത്രം ഒന്നും നീ ജപിച്ചുകൊണ്ടിരിക്കരുത്. ചിലരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് അടുത്ത 45 മിനിറ്റിനുള്ളിൽ 110 പേർക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നാശം വരും. മാത്രമല്ല, ഇതിനെ ചോദ്യം ചെയ്താൽ നിന്റെ കുടുംബം കീറിക്കളയും. ധൈര്യമായിട്ട് ചോദ്യവും ചെയ്യാം, ധൈര്യമായിട്ട് ഡിലീറ്റും ചെയ്യാം. കണ്ടോ, മിണ്ടുന്നില്ല. അവൻ്റെ പുസ്തകത്തിലെ വാക്യമല്ല നിന്റെ കയ്യിലെ വാക്യം. ഒരാമയും വരുന്നില്ല. ഈ നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന കുറേ മാമൂലുകളുണ്ട്, അതെല്ലാം ഒന്ന് പൊട്ടുന്നത് നല്ലതാണ്. ചിലരൊക്കെ പറയും ഒരു താഴ്ചയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. അതും യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യമൊന്നുമല്ല, അതിന് വല്യപ്പന്മാർ പറഞ്ഞ കാര്യമാണ്. കണ്ടോ, മിണ്ടുന്നില്ല. പോട്ടെ, ഞാനതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ദൂതിലോട്ട് വരാം. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്വന്തം, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്?
ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നി. ഇനി നമ്മുടെ അപ്പന്റെ പ്രത്യേകത കേട്ടോ, അടുത്ത വൈര്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. എന്റെ അപ്പൻ അറിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നീ വീട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോളെ നീ ഇന്ന ആവശ്യത്തിനാ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. പിടികിട്ടിയോ? ജീസസ് ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ്, എടാ നീ നിന്റെ കൊച്ചിന് അപ്പം കൊടുക്കുന്ന കാര്യം അറിയുന്നെങ്കിൽ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോളെ നിന്റെ ആവശ്യം എൻ്റെ അപ്പൻ അറിയുന്നെന്ന്. ഇനി എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത അറിയാമോ? യേശു ഒരുത്തനെ നോക്കിയാൽ, യേശു ഒരിക്കൽ ബെത്സയിദ കുളത്തിൻ്റെ കരയിലോട്ട് വന്നു. എന്നിട്ട് അവനെ നോക്കിയിട്ട് അവൻ പറയുന്നൊരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 5 ഒന്ന് വായിക്കണം. 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ നീ കിടക്കുന്ന ഡേറ്റ് ദൈവത്തിനറിയാം. നീ പ്രാർത്ഥിക്കാമെന്ന് ആരുടെ മുമ്പിലാന്ന് ഓർത്തോണം. ജീസസ്, ആരും നിന്നെ കളിയാക്കിയാലും നീ പ്രയർ നിർത്തരുത്. നിന്റെ ആഗ്രഹം അറിയുന്നവനായ യേശു, ആവശ്യം അറിയുന്നവനായ യേശു. ഇനി ദൂതിലിട്ട് വരുവാ. ദൈവത്തിന് സ്തോത്രം. ഹലോ, 2 സന്ദേശം ഇവിടെ പറഞ്ഞത്. ഒന്ന്, ആ പദം ഞാനത് പറയുവാ, നിങ്ങൾ ഒന്നിച്ചൊന്ന് ആമയും പറയണം. പ്രാർത്ഥിക്കുന്ന നിന്നെ അറിഞ്ഞു മറുപടി തരുന്ന ദൈവം. എന്തുവാ പ്രാർത്ഥിക്കുന്ന നിന്നെ? അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, പ്രാർത്ഥിക്കുന്ന നിന്നെ അറിഞ്ഞു മറുപടി തരുമെന്ന്. ഹല്ലേലൂയ. അറിഞ്ഞു മറുപടി തരും. യേശുവിൻ്റെ അറിഞ്ഞു മറുപടി തരും. 2-ാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുന്ന നിനക്ക് നന്മ എത്ര അധികം തരും. അതാ ഇന്നത്തെ പദം. നിനക്ക് നന്മ. ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് തങ്ങളുടെ പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര അധികം, എത്ര അധികം ഒന്ന് പറഞ്ഞ എത്ര. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ ആഗ്രഹിച്ച അധികം നന്മ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന കാര്യം മറന്നില്ലെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് നീ ആഗ്രഹിച്ചതിലധികം നന്മ. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയാ, ഇന്ന് ചിലരുടെ നന്മയുടെ കെട്ട് ദൈവം പൊട്ടിക്കും. ചിലരുടെ നന്മയുടെ, ദൈവത്തിൽ നിന്നൊരു നന്മ നിനക്ക് വരും. ഈ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ഉടനെ നീ നന്മ അനുഭവിക്കുമെന്ന് പറ. ഒരു വിശ്വാസ നെഞ്ചത്ത് കൈവച്ചോറോ, ഉടനെ ഞാൻ നന്മ. എന്തോ ചില വീടിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ ചേഞ്ച് ആവുക. നമ്മൾ അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ നന്മ അനുഭവിക്കാനുള്ള ആ ഒരു സമയമായിരിക്കുക. മനുഷ്യനിൽ നിന്നുള്ള നന്മയല്ല. ജീസസ്. ഈ ചിലരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വരുമ്പം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരു നന്മ അനുഭവിക്കാൻ പറ്റുമോ പാസ്റ്ററേ? എന്നോട് ചോദിച്ച ചോദ്യമാണ് പറയുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരു നന്മ. അടുത്തൊരു ചോദ്യമാണ്, ഞാൻ അനുഭവിക്കേണ്ട നന്മ എവിടാ കിടക്കുന്നത്? അമേരിക്കയിലാണോ, ലണ്ടനിലാണോ? മറുപടി തരാൻ പോവാ. എല്ലാവർക്കും ഓരോരുത്തരോടും പ്രവചിക്കാൻ പോവാ. ഇറ്റലിയിലാണോ? ബൈബിളിൽ കൂടെ ആദ്യം ദൂത് പറയാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ അനുഭവിക്കേണ്ട നന്മ എവിടാ കിടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഇപ്പം എല്ലാവരും അങ്ങ് ഡൗൺ ആയിപ്പോയല്ലോ. ഞാൻ കുരുക്കി ചോദ്യമല്ല ചോദിച്ചേ. നിങ്ങൾ അനുഭവിക്കേണ്ട നന്മ എവിടുന്നാ കിടക്കുന്നതെന്ന് ബൈബിളിൽ അറിയാൻ താല്പര്യമുണ്ടോ? എന്നാൽ യെശയ്യാപ്രവചനം എടുക്കുക, 1-ാം അധ്യായം എടുക്കുക. 18 19
നിങ്ങൾ മനസ്സ് വെച്ച് 19 നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ, പ്രവാചകൻ പ്രവചിക്കാം, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കും. അപ്പൊ നന്മ അനുഭവിക്കാനുള്ള വചനം മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചാൽ നിന്റെ നന്മ നിന്റെ ദേശത്ത് തന്നെ ഉണ്ട്. വിശ്വസിക്കാമോ? നിന്റെ ദേശത്ത് നന്മയുണ്ട്. അപ്പൊ ഞാൻ അതുമായിട്ടൊരു ദൂതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറ, ഒരു നന്മ വെളിപ്പെടാൻ പോവാന്ന് പറ. എന്തോ ഒരു വലിയ നന്മ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾക്കകം നിന്റെ കണ്ണുകൾക്ക് അത്ഭുതം വരത്തക്കവണ്ണം നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളെ എല്ലാം മാറ്റിമറി. ഈ ചിലർക്കറിയാം എൻ്റെ മക്കളിലൂടെ ഒരു നന്മ വരേണ്ടതാണ്, പക്ഷെ അത് ബ്ലോക്കായി കിടക്കുക. ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പം തന്നെ ലോഡ് എന്നിലേക്ക് വരേണ്ട പല നന്മയും പലയിടത്തും നിപ്പുണ്ട്, പക്ഷെ അത് റിലീസാകുന്നില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ദൂത് പറയുമ്പോൾ നിനക്കും വിടുതല. ആ നന്മയെല്ലാം റിലീസാകും. ദൈവം ഒരുക്കിയ നന്മ. ഇനി ഞാൻ ദൂതിലോട്ട് വരിക. ചിലരെ നോക്കി പ്രവചിക്കുക, ദൈവം നിനക്ക് നന്മ ചെയ്യാൻ സമയമായി. എസെക്കിയേൽ പ്രവചനം എടുക്കുക. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. എസെക്കിയേൽ 36:11. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ വാക്യത്തിന്റെ പകുതിയാണ്, ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ ദൈവം പ്രവചിക്കുക. എസെക്കിയേൽ പ്രവാചകൻ ഒരു ജനതയോട് പ്രവചിക്കുന്ന പ്രവചനമാണ്, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. മനുഷ്യർ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ എത്താത്ത ചില കാര്യങ്ങൾ ദിവസങ്ങളിൽ ചെയ്യാൻ പോവാ. ദൈവം നിനക്ക് നന്മ ചെയ്യാൻ പോവാ. നിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ. എന്നോട് ചോദിക്കുക, ഞാൻ ചോദിക്കുക നിങ്ങളോട്, എത്ര പേർക്ക് ഈ ദൂത് നിന്നോടുള്ള ദൂതായിട്ട് ഏറ്റെടുക്കാം? എൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ. ഇന്ന് വചനം എടുത്തിട്ട് നിവർത്തിച്ചിട്ടാൽ നിങ്ങളാരും ഇവിടെ നിർത്തത്തില്ല. ചിലരോടൊക്കെ പ്രവചിക്കുക, നിന്റെ കഷ്ടകാലത്തിൽ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുക. നമുക്ക് ആ വാക്യം നമ്മുടെ വാക്യമായിട്ടൊന്ന് ഏറ്റെടുക്കാം. എന്നാലും നെഞ്ചത്തോട് കൈ വെച്ചാൽ, എൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ യേശു എനിക്ക് ചെയ്യും. അപ്പോൾ ഒരു വെളിപ്പാട് പറയാം, എന്തോ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാ. എന്തോ ഒരു കാര്യം, നീ ജനിച്ചിട്ട് ഇതുവരെ ഇല്ലാത്തൊരു കാര്യം, നീ രക്ഷിക്കപ്പെട്ടിട്ട് ഇന്നുവരെ ഇല്ലാത്ത. ഈ ദിവസങ്ങളിൽ ചിലത് ഭാമി പ്രാപിക്കാൻ പോവുക, ചിലരത് പ്രാപിക്കാൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, വചനം ഏറ്റെടുക്കുന്ന പോലെ വിടുതൽ. കോട്ടയത്ത് എനിക്കൊന്ന് 2 മാസം മുമ്പ് ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നു. ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സബ്ജക്റ്റ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിനല്ലതാനും. ആ മെസ്സേജിൻ്റെ ഒടുവിലത്തെ സമയം എത്തിയപ്പോൾ ദൈവം സംസാരിച്ചു, അസാധ്യതകൾക്ക് നേരെ എത്ര പേര് പ്രാർത്ഥിക്കുമെന്ന്. ചിലത് അതിനൊരു ചലഞ്ചായി ഏറ്റെടുത്തു. ആ ചർച്ചിൽ സാധുവായൊരു സ്ത്രീ പുറകെ ഇരുന്നുകൊണ്ട് അവർ അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരവരുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടു, എനിക്ക് സ്വന്തമായി സ്ഥലമില്ല, സ്വന്തമായി വീടില്ല, ഈ അസാധ്യതയ്ക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, എനിക്ക് സ്ഥലമുണ്ടാകട്ടെ, വീടുണ്ടാകട്ടെ. അവരാരും അറിയാതെ ചെയ്ത കാര്യമാണ്. ജീസസ് 1 മാസം തികയുന്നതിന് മുമ്പ് ഒരു ആൾ അവർക്ക് സ്ഥലവും സ്വന്തമായി വീടും വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ കോട്ടയം സ്റ്റേജിൽ കയറി സാക്ഷി പറഞ്ഞു, അസാധ്യതകൾക്ക് നേരെ ആര് വചനം സ്വീകരിക്കുന്നോ, ഈ വചനമാണ് അത്ഭുതം. ഓർത്തോളം, ഈ വചനമാണ് എൻ്റെ ലൈഫിനെ തിരുത്തി മറിച്ചത്. ഈ വചനമാണ് എൻ്റെ ലൈഫിനെ ഇളക്കി മറിച്ചത്.
പിന്നെ എന്നോട് പിണങ്ങല്ല, നല്ല ദൂത് വരുമ്പോൾ എല്ലാം ഗ്ലോറി പറയും. പിന്നെ നമ്മൾ ഗുണപ്പെടേണ്ട ദൂത് വരുമ്പോൾ അത് നിനക്കാന്നുള്ള മൈൻഡിൽ ഇരിക്കരുത്. നമ്മൾ ഗുണപ്പെടാനുണ്ട്, ഗുണപ്പെട്ടേലേ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങളുടെ ആദ്യകാലത്ത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ചും അധികമായൊരു നന്മ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു സ്തുതിക്കത്തക്കവണ്ണം ദൈവം എന്തോ നന്മ ചെയ്യാൻ പോവുക. എനിക്ക് ആത്മാവിൽ കാണാം, നീ കേട്ട പ്രവചനം കറക്റ്റാണ്, നീ കണ്ട സ്വപ്നം കറക്റ്റാണ്, നിനക്ക് വെളിപ്പെട്ട വചനം കറക്റ്റാണ്. നീ കണ്ട സ്വപ്നം വെളിപ്പെടാൻ തടസ്സമായി ആ നന്മയോട് വെല്ലുവിളിക്കുന്ന ശത്രു, Holy Spirit, ഈ വാക്യത്തോട് മറ്റൊരു വാക്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പോവാ. അപ്പം മനസ്സിൽ ഉറപ്പിക്കണം. സ്തോത്രം. നിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യും. ഇന്നിവിടെ നീ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുമ്പം പറയണം, എൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിലും അധികം നന്മ ജീസസ് ഈ വചനം നിന്റെ വീട്ടിൽ പ്രവർത്തിക്കാൻ പോവുക, നിന്റെ സന്തതി മേൽ പ്രവർത്തിക്കാൻ പോവുക. യേശുവിൻ്റെ ചിലരോടൊക്കെ വചനം ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് സാഹചര്യം ഒരു വിഷയമല്ല. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിന് കൃപ 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 കേട്ടോ, എവിടോ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വാക്യം ഒന്ന് ഉറപ്പിക്കാൻ പോവുക. ഈ വാക്യം എന്ത് ചെയ്യുക? വാക്യത്തിൽ കൂടെ ഒന്ന് ഉറപ്പിക്കാൻ പോവുക. എത്ര പേര് എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാ? എൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഞാനൊരു ഇന്ന് നിങ്ങളെ ഈ വാക്യം കാണാതെ പഠിപ്പിച്ചിട്ടേ നിർത്തത്തുള്ളൂ. ഞാൻ കൂടെ കൂടെ പറഞ്ഞ് ഇത് കാണാതെ പഠിപ്പിക്കാനാ. നിങ്ങളുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ദൈവം നിനക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരിക്കലും നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മ നിന്റെ വീടിനകത്ത് ചെയ്യും, നിന്റെ കുഞ്ഞിന് വേണ്ടി ചെയ്യും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യും, നിന്റെ സഭ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ലൈഫിലൊരു നന്മ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ച്? രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ലൈഫിൽ നന്മ കൊണ്ട് മൊത്തം പേര് റെഡിയാ. നിന്നോടുള്ള ദൂതാ. നിന്റെ അരാജകത്വവും ദാരിദ്ര്യവും ശൂന്യതയും ശാപവും എല്ലാം ഇന്ന് പൊട്ടാൻ പോവാ. ദൈവം നിന്റെ ആദ്യകാലത്തുണ്ടായതിനേക്കാൾ അധികം നന്മ. ഇനി ഈ ചിലരൊക്കെ പറയും, ഇങ്ങനെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നും ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യമൊന്നും പ്രാർത്ഥിക്കരുത്, നന്മയൊന്നും അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്. അങ്ങനെയൊന്നും അല്ല ബൈബിളിൽ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം ചമച്ചപ്പം പുള്ളി, സ്തോത്രം, ഒരു കാര്യത്തിന് പുള്ളിക്ക് കിട്ടിയ ഉറപ്പ് പുള്ളി പറയുന്നൊരു ഭാഗമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വചനം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക്, അവിടെ കൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക്. നിങ്ങൾ എന്നെ ഒരു നിമിഷം തല ഉയർത്തി എന്നെ നോക്കി. നിങ്ങൾ ഉലകത്തിൽ ഒന്നിനെയും ഭയപ്പെട്ടില്ലേലും ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം ഒരു ദൈവവേദന വേണം. ഇപ്പോഴത്തെ ജനറേഷന് ഒരു കുഴപ്പമുണ്ട്. ദൈവം പോക്കറ്റിലാണ്, നമ്മൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല, കർത്താവ് ദീർഘക്ഷമ ക്ഷമിച്ചോളും, ഗ്ലോറി വിക്ടറി. ഇതാ നിന്റെ ഗതികേട്. പണ്ടൊക്കെ നിങ്ങൾക്കറിയോ, ജനത്തിന് ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവദാസന്മാരെ കാണുമ്പോൾ ഭയപ്പെടുമായിരുന്നു. ഇന്നോ വിശ്വാസിയെ ഭയപ്പെട്ട ഉപദേശം നിൽക്കുന്നു. പുള്ളി എന്നാ വിചാരിക്കും, എന്നാ വിചാരിച്ചാൽ നിനക്കെന്നാ? മിണ്ടുന്നില്ല.
ചില ഭാര്യയെ പേടിച്ച് ഭർത്താവ് നടക്കുന്ന പോലെ. ഇവിടെ ആരുമില്ല. ചില ഭാര്യയെ പേടിച്ച് മിണ്ടുന്നില്ല. പണ്ടൊരാള് ഒരു വലിയ മീറ്റിംഗ് നടന്നു, ഒരു ഭയവും ഇല്ലാത്തവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ചാടി അങ്ങ് എഴുന്നേറ്റു. അയാൾ ചാടി എഴുന്നേറ്റപ്പം സ്തോത്രം, പുള്ളി ചോദിച്ചു, ഒന്നിനെ പേടിയില്ലയോ? ഒന്നിനെ പേടിയില്ല. സത്യം പറ. അല്ല, ഭാര്യ ഇച്ചിരി പേടിയ. എന്നെ ശ്രദ്ധിക്കണം. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ അകത്ത് നിങ്ങൾ പിശാചിനെ പേടിക്കരുത്, മന്ത്രവാദിയെ പേടിക്കരുത്, നിന്നെ വെല്ലുവിളിക്കുന്ന ശത്രുവിനെ ഒട്ടും പേടിക്കരുത്. നീ ചെയ്യാവുന്നതൊക്കെ ചെയ്തോളാൻ ധൈര്യത്തോടെ പറയണം. കാരണം നീ ഭയപ്പെടുന്ന ഒരാളുണ്ട്. ഭയത്തോടും വിറയലോടും യഹോവയെ സേവിപ്പീ. ദൈവ സ്നേഹമാ, കറക്റ്റാ. പക്ഷെ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ശലോമോൻ പറയാം, ഞാൻ ഒരു കാര്യം അറിയുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്തോ വരും? നന്മ വരും. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഇവിടെ നിൽക്കുന്ന ചിലരോട് ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. നിന്റെ ലൈഫിൽ എന്തോ ഒരു വലിയ നന്മ നിന്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാ. നീ പോലും പ്രതീക്ഷിക്കാത്തത്, നീ ഒത്തിരി നാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്, കൊതിച്ചു ചോദിച്ചത്, നിന്റെ വീട് ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ വെച്ച് ദൈവാത്മാവേ, കൃപ 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 കൃപ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായതിനേക്കാൾ അധികം നന്മ നിനക്ക് വരും. എന്നിട്ട് സഭാപ്രസംഗി പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും നിശ്ചയം എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. എന്നാൽ നമുക്കൊരു പ്രശ്നമുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. 30-ാം അധ്യായം 26-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 30-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. ഭക്തൻ പറയുക, ഞാൻ നന്മയ്ക്ക് നോക്കിയിരിക്കുമായിരുന്നു, പക്ഷെ വരുന്നത് മുഴുവൻ തിന്മയാണ്. വെളിച്ചത്തെ നോക്കിയിരിക്കുമായിരുന്നു, വന്നത് മുഴുവൻ. ഇതാ പ്രശ്നം. ഇതാ പ്രസംഗിക്കാൻ പോകുന്നത്. നിനക്ക് ദൂതുണ്ട് നന്മ തരാമെന്ന്, നീ ആത്മാവിൽ അറിയുന്നുണ്ട് നന്മ വരും നിശ്ചയം. പക്ഷെ നന്മ നോക്കിയിരിക്കുമ്പോ തിന്മ വന്നു കയറുക. ഹല്ലേലൂയ. ഇന്ന് ആ റൂട്ടുകളെ എൻ്റെ ദൈവത്തിൻ്റെ കരമൊന്ന് തൊടാൻ പോവാ. യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്. നന്മ നോക്കിയിരുന്നപ്പോ തിന്മ വന്ന് കയറിയെങ്കിൽ, വെളിച്ചം നോക്കിയിരുന്നപ്പോ ഇരുട്ട് വന്ന് കയറിയെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുക, സാഹചര്യം മാറാൻ പോവാ. ഹല്ലേലൂയ. ഈ അടുത്തിരിക്കുന്ന ആളോടെന്ന് ചോദിച്ചാൽ, ഒരിക്കലെങ്കിലും ദൈവം നന്മ ചെയ്യുമെന്നൊരു ബോധ്യം നിനക്ക് ഉണ്ടായിട്ടുണ്ടോന്ന്? ഉണ്ടോ? ഉണ്ടോ? ആരും പ്രവചിച്ചില്ല, പക്ഷെ നിനക്ക് ബൈബിൾ വായിച്ചപ്പോൾ ബോധ്യം ഉണ്ടായി, എനിക്ക് കർത്താവ് നന്മ ചെയ്യുമെന്ന്. ഞാനിവിടെ ദൂത് പറയുമ്പോൾ ആത്മാവിൽ പറയാം, നിന്റെ അടുക്കൽ വരേണ്ട നന്മ, നീ പ്രാപിക്കേണ്ട നന്മ ഈ ദിവസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. വിശ്വാസം. ഈ നന്മ ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ശരിയാണോ? എന്തോ കേട്ടോ, പാസ്റ്റർ 3-4 പേരെ പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും പ്ലാനായി. നന്മ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ശരിയാണോ? വിഷമിക്കട്ടെ, അതാ വാക്യം അങ്ങ് വായിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11. ഏതിനും വാക്യ. അത് പുസ്തകം വായിക്കാത്തവർക്ക് വാക്യം കിട്ടാത്ത. പുസ്തകം വായിച്ചാൽ മൊത്തം വാക്യ. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 11.
എന്റെ സഹോദരനായ ആ. യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരുത്തൻ പ്രാർത്ഥിക്കുന്ന ആളുടെ പേര് യാക്കോബ് എന്നാ. അവൻ പ്രാർത്ഥിക്കുക കേട്ടോ. എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് പേടിയുണ്ട്. അവൻ വന്നേക്കുന്ന എന്നെയും കൊല്ലും, എന്റെ പിള്ളേരെയും കൊല്ലും, എന്റെ ഭാര്യയും കൊല്ലും, മൊത്തത്തിനും തീർക്കും. എനിക്കറിയാം. നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും. പക്ഷെ എന്നാലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്മ ചെയ്യാവുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നതിനിടയിൽ എനിക്ക് നന്മ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ട്. ആമീൻ പറയും. ഈ ദിവസങ്ങളിൽ ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. ചില സങ്കീർണ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ചിലരോട് ദൈവം പറയുക, ഈ ദിവസങ്ങൾ എതിരാളിയുടെ ശക്തി നോക്കണ്ട, ദൈവം നിനക്ക് നന്മ ചെയ്യാൻ പോവാ, ദൈവം നിന്റെ സന്തതിക്ക് നന്മ ചെയ്യാൻ പോവാ, ദൈവം നിന്റെ കുടുംബത്തിന് നന്മ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീയോ ഞാൻ നിനക്ക് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. കർത്താവേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏശാവ് എന്നെ വലിച്ചു കീറുവെന്നല്ലല്ലോ, എനിക്ക് നന്മ ചെയ്യാമെന്നാണല്ലോ. ഒരു ദൂത് പറയാം, നിന്നെ വലിച്ചു കീറേണ്ട ശത്രു നിനക്ക് നേർക്ക് നേരെ വരുമ്പോഴും ശത്രുവിനെ ബന്ധിക്കണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് നന്മ ചെയ്യണേ. സ്തോത്രം, സ്തോത്രം. ഇനിയും വാക്യം എടുത്തിട്ടാലേ ഇപ്പോഴെങ്ങും തീരത്തില്ല. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെപ്പോഴും പിള്ളേരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നൊരു വാക്യമുണ്ട്, നിനക്ക് നന്മ ഉണ്ടാകാനും നീ ദീർഘായുസ്സോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും മിണ്ടുന്നില്ല. സ്തോത്രം. കിട്ടിയോ വാക്യം? നിനക്ക് നന്മയുണ്ടാകുവാനും. എഫെസ്യ ലേഖനം 6:2 നിനക്ക് നന്മയുണ്ടാകുവാനും. അപ്പൊ ഈ നന്മ ഉണ്ടാകുന്നതാ. ഇന്ന് പകൽ ചിലർക്കൊക്കെ ചില നന്മ ഉണ്ടാകാൻ പോവാ. നിന്റെ സന്തതിയുടെ ഭാവി വെളിപ്പെടാൻ പോവാ. നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നത് മതി. സ്തോത്രം. അപ്പൊ നന്മ ഉണ്ടാകാൻ എന്തോ ചെയ്യണം? അപ്പനെ അമ്മ. അങ്ങനെ ഒരു 55 വാക്യം വേണേ എടുക്കാനുണ്ടോ ബൈബിളിൽ? പക്ഷെ ഞാൻ ഇപ്പൊ അവിടോട്ട് പോകുന്നില്ല. സ്തോത്രം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചാൽ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി അവിടെ ഉണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അപ്പം ഒരു ഭക്തന് നന്മ വരുമെന്ന് നിശ്ചയ. തിന്മ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനല്ലല്ലോ, നന്മ ചെയ്യാമെന്നാണല്ലോ ദൂത്. നിങ്ങൾക്കറിയാമോ, ആ അധ്യായത്തിൽ ദൈവം അവനൊരു നന്മ ചെയ്തു. എന്തുവാ നന്മ? അവൻ്റെ പേരങ്ങ് മാറ്റിയിട്ടു. കൊല്ലാൻ വന്നവൻ ചുംബിച്ചു പോയി. അവൻ്റെ പേര് ലോകം അറിയപ്പെടുന്ന പേരായി മാറി. ഞാനിന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്നവർ പറയാം, ദൈവം നിന്നോട് നന്മ ചെയ്യും. നിനക്ക് തിന്മ ചെയ്യുന്നവരും ദോഷം ചെയ്യുന്നവരും നിന്നെ തകർക്കാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, ദൈവം നിനക്ക് നന്മ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എനിക്കിവിടെ ഇരിക്കുന്ന ചിലരെയൊക്കെ വലിയ പ്രകാശം പോലെ ദൈവം കാണിക്കുക. ദൈവം നന്മ ചെയ്യാൻ പോവുക. നിന്റെ വീടിന് നന്മ ചെയ്യാൻ പോവുക. നീ ഒരിക്കൽ നിനക്ക് ഇതുവരെ ചിന്ത പോലും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു നന്മ നീ നിശ്ചയം ഉറപ്പിക്കണം. ഇന്ന് എനിക്ക് നന്മ വരും, നന്മ വരും, നന്മ വരും. എൻ്റെ ആദ്യ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം. ഒരു നിമിഷം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ആ തൂണോട് ചേർന്നിരിക്കുന്ന ആൻറ്റി ഒന്ന് കൈവെക്കാവോ? ഒന്ന് കൈവെക്കിക്കേ. നിന്റെ കുടുംബം ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുമ്പിലുണ്ട്. വറ്റിപ്പോയ കിണറിനകത്ത് പുതിയ ഉറവ കണ്ണി തെളിയുന്ന പോലെ നിന്റെ വീടിനകത്ത് പുതിയ ഉറവ തെളിയാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ. ചില വീടുകളെ നോക്കി ആത്മാവ് പ്രവചിക്കുക. ആൻറ്റിയോട് നിന്ന് കൈ ഉയർത്തിക്കുക. അതാ കണ്ണാടി വെച്ച മഞ്ഞ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയ ആൻറ്റി.
ലോഡ്, ആഗ്രഹങ്ങൾ പലതും, അലർജികൾ വിട്ടുപോകുന്നല്ലോ. സ്കിന്നുകൾക്കകത്തുനിന്ന് അലർജികൾ മാറിപ്പോവുക. ഇതിനകത്ത് ഭയങ്കര രോഗസൗഖ്യങ്ങൾ നടക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില ബ്ലോക്കുകൾ ഇന്ന് പൊട്ടും. ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി. ചില വീടുകൾക്കകത്ത് നന്മ വരാൻ പോവുക.